നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഫുട്ബോൾ മേഖലയിൽ പുത്തൻ ചുവടുവെപ്പുമായി മലപ്പുറം എഫ്സിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വെൽഫെയർ പാർട്ടി തിരൂർ പൂക്കേൽ യൂണിറ്റ് കുടവിതരണവും യൂണിറ്റ് സമ്മേളനവും നടത്തി. ഏഴാമത് TS മുരളി സ്മാരക പുരസ്കാരം മുൻ മന്ത്രിയും പൊതുപ്രവർത്തകനുമായ പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിച്ചു. ലോക പരിസ്ഥിതി ദിനം, കൈതക്കാടുകൾക്കായി ബോധവൽക്കരണം. മോണ്ടിസോറി ബിരുദദാന ചടങ്ങ് വിവിധ പരിപാടികളോടെ നടന്നു. സോമൻ തിരുവല്ലയുടെ വെള്ളം കയറാത്ത വീടെന്ന മോഹത്തിന് മലപ്പുറത്തിന്റെ കൈത്താങ്ങ്. വിശദമായ വാർത്തകൾ. കേരളത്തിലെ ഫുട്ബോൾ കളിയാരവങ്ങൾക്ക് ആവേശം സൃഷ്ടിച്ച് 6 ഫ്രാഞ്ചൈസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂപ്പർ ലീഗ് കേരള സീസൺ 1 ആരംഭിക്കുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരത്തോടെ കേരള ഫുട്ബോൾ അസോസിയേഷനും യൂണിഫൈഡ് ഫുട്ബോൾ ഡെവലപ്മെന്റ് കമ്പനിയും സംയുക്തമായാണ് കേരളത്തിന്റെ ഫുട്ബോൾ മേഖലയിൽ വൻ കുതിപ്പിന് കാരണമായേക്കാവുന്ന 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു ഫുട്ബോൾ ലീഗ് എന്ന ആശയവുമായി മുന്നോട്ട് വരുന്നത്. മലപ്പുറം എഫ്സിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ലബിന്റെ ഓഫീസിന്റെയും പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ കോട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഞായറാഴ്ച നിർവഹിച്ചു. മലപ്പുറം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, കേരള ഒളിമ്പിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് U തിലകൻ, മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര, മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി U അബ്ദുൽ കരീം IPS, അജുഫാൻ, ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കുട്ടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സക്കീർ ഹുസൈൻ, മലപ്പുറം എഫ്സിയുടെ പ്രൊമോട്ടർമാരായ അജ്മൽ ബിസ്മി, AP ഷംസുദ്ദീൻ, ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, ആഷിഖ് കൈനക്കര, നബീൽ നീലാംബ്ര, KR ബാലൻ, VK അഷ്റഫ് തുടങ്ങിയവരും കായികരംഗത്തെ പ്രശസ്ത വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വെട്ടം. വെൽഫെയർ പാർട്ടി തിരൂർ പൂക്കേൽ യൂണിറ്റ് കുടവിതരണവും യൂണിറ്റ് സമ്മേളനവും നടത്തി. തിരൂർ പൂക്കേൽ യൂണിറ്റ് 5-6 വാർഡിലെ വീടുകളിലേക്കുള്ള കുടവിതരണവും യൂണിറ്റ് സമ്മേളനവും നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഗലീർ റഹ്മാൻ പൊന്നാനി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇടപെടുന്നതായി നിങ്ങൾക്ക് പല അതിന്റെ പ്രവർത്തന മേഖലകൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ പാർട്ടി കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന അതേ സമയം തന്നെ ഏറ്റവും ആദ്യമായി എടുത്ത് ഉന്നയിച്ച ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നൊരു വിഷയമാണ് കേരളത്തിലെ ഭൂരഹിതരുടെ പ്രശ്നം. ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള ആളുകളുടെ കണക്ക്. വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം സെക്രട്ടറി മജീദ് മാടമ്പട്ട്, മുനിസിപ്പൽ സെക്രട്ടറി അഷ്റഫ് അലി TK, ട്രഷറർ TE അബൂബക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വെൽഫെയർ പാർട്ടി പൂക്കൽ യൂണിറ്റ് പ്രസിഡന്റ് KV ഹനീഫ അധ്യക്ഷതയും ട്രഷറർ അഷ്കർ KP, പുഷ്പ, സൈനബ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. തിരൂർ ബാങ്കിംഗ് മേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാവും BFI കേരള സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്ന
TS മുരളിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള 7ാമത് TS മുരളി സ്മാരക പുരസ്കാരം മുൻ മന്ത്രിയും പൊതുപ്രവർത്തകനുമായ പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിച്ചു. പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുറവുണ്ടോ എന്നൊക്കെ മുഖത്തെ ചെറിയ ചെറിയ ചലനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഒരു പ്രത്യയശാസ്ത്രപരമായ ശ്രദ്ധയാണ്, കേവലമായ ശ്രദ്ധയല്ല. നമ്മളൊരു വിഷയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയം കൃത്യമായി അതിൻ്റെ കേന്ദ്ര ആശയമായിട്ട് പോകുന്നുണ്ടോ എന്ന് സഖാവ് മുരളി ശ്രദ്ധിക്കാറുണ്ട്. ദീർഘകാലം അതുപോലെ PFAയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഒരു ബാങ്ക് ജീവനക്കാരൻ, ഞാൻ അതിലേക്കാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ബാങ്ക് ജീവനക്കാരൻ നമ്മളൊക്കെ ബാങ്കിൽ കയറി വരുമ്പോൾ, അതായത് ഇപ്പോഴുള്ള ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളിലെയോ അല്ലെങ്കിൽ ന്യൂ എൻവയറമെൻറ്റ് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ബാങ്കിലൊക്കെ കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ബാങ്ക് ജീവനക്കാരന് എന്ത് ഉണ്ട് എന്ന് ഏതാണ്ട് ഒരു 22 വയസ്സ് കാലഘട്ടത്തിൽ നമ്മൾ ബാങ്കിലേക്ക് വരുമ്പോൾ അന്ന് TS മുരളിയെ കണ്ടിട്ടില്ല. ഞാൻ വേറെ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു കത്തിൽ കൂടെയാണ് TS മുരളിയെ പരിചയപ്പെടുന്നത്, സ്വാഗതം സഖാവേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ TS മുരളിയെ നമ്മൾ മാസങ്ങൾക്ക് ശേഷമാണ്, അന്ന് ഇത്രമാത്രം നമുക്ക് വാട്സപ്പ് സൗകര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥിൽ നിന്നും പാലോളിയുടെ മകൻ അവാർഡ് ഏറ്റുവാങ്ങി. ബെഫി സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി അധ്യക്ഷനായി. AKBRF പ്രസിഡന്റ് N സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ശശികുമാർ, ബെഫി അഖിലേന്ത്യാ പ്രസിഡന്റ് SS അനിൽ, E ജയൻ, അഡ്വക്കേറ്റ് P ഹംസകുട്ടി, പ്രസന്ന എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ സ്വാഗതവും C മിഥുൻ നന്ദിയും പറഞ്ഞു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. വെട്ടം ന്യൂസ്, തിരൂർ. ഔഷധ മൂല്യമുള്ളതും പരിസ്ഥിതിക്ക് സംരക്ഷണവും നൽകുന്ന സസ്യവർഗത്തിൽപ്പെട്ട വംശനാശം നേരിടുന്ന കൈതക്കൂട്ടങ്ങളെ അധികൃതരുടെ അനുമതിയോടുകൂടി നശിപ്പിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് സന്ദേശമുയർത്തി കൈതക്കാടുകൾ മരിക്കും മുമ്പ് എന്ന ശീർഷകത്തിൽ റീഎക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി ബോധവൽക്കരണവും കൈതത്തൈ നടലും സംഘടിപ്പിച്ചു. സൗത്ത് പല്ലാറിലെ പക്ഷി സങ്കേതത്തിന് സമീപം സംഘടിപ്പിച്ച പരിപാടി മാസ്റ്റർ സഹൽ A സമദ് കൈതത്തൈ നട്ട് തുടക്കം കുറിച്ചു. മണ്ണൊലിപ്പ് തടയാൻ ശേഷിയുള്ള കൂട്ടവേരുകൾ അടങ്ങിയ വിവിധ തരം കൈതകൾ പൂർവികരായ കർഷകർ കൈത്തോടുകളിലും കുന്നിൻ ചെരുവുകളിലും നട്ടുപിടിപ്പിച്ച് നദികളെ സംരക്ഷിക്കുന്നു. ഇത് കാരണം നദികളുടെ ഭിത്തികൾ ഇടിഞ്ഞു നശിക്കുന്നത് തടയുന്നതിനും വിവിധ തരം പക്ഷികൾ, മത്സ്യങ്ങൾ, ആമ, ഞണ്ട് ഉൾപ്പെടെയുള്ള ജലജീവികൾ പെരുകുന്നതിനും കേന്ദ്രമാകാനും കാരണമായിരുന്നു. ഇതിനിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തോട് നവീകരണ പ്രൊജക്ടുകളുടെ ഭാഗമായും ഭൂവസ്ത്ര നിർമ്മാണം പോലുള്ള തൊഴിലുറപ്പ് പദ്ധതികൾ വ്യാപകമായതോടെയും കേരളത്തിൽ ഇത് വൻ നാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തിരൂർ പുഴയുടെ തീരങ്ങളിലുള്ള കൈതകളുടെ മാപ്പിംഗ് മലയാളം സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം റീഎക്കോയുമായി സഹകരിച്ച് നടത്താൻ തയ്യാറായിട്ടുണ്ട്. പരിപാടിയിൽ ചിറക്കൽ ഉമ്മർ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. KK അബ്ദുൾ റസാഖ് ഹാജി, KP അലവി, C കിളർ, അബ്ദുൾ വാഹിദ് പല്ലാർ, സൽമാൻ കരിമ്പനക്കൽ, നജീബ് വെള്ളാത്ത്, P അബ്ദുൾ സമദ്, പരേടത്ത് മുഹമ്മദ് കോയ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരുനാവായ. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ മോണ്ടിസോറി പഠനം പൂർത്തിയാക്കി 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ വിവിധ പരിപാടികളോടെ നടന്നു. മമ്പാട് MES കോളേജ് ചെയർമാൻ E മൊയ്തീൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതിയ വിദ്യാഭ്യാസ നയം പരിശോധിച്ചാൽ സ്കൂൾ മുതൽ റിസർച്ച് തലം വരെ എല്ലാ മേഖലകളിലും മോണ്ടിസോറി രീതി കാണാൻ കഴിയും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ VP സ്വാഗതം പറഞ്ഞു. MES ജില്ലാ പ്രസിഡന്റ് K മുഹമ്മദ് ഷാഫി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സലാം P ലിലീസ് ആശംസകൾ അർപ്പിച്ചു. ട്രഷറർ അബ്ദുൾ ജലീൽ K, ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ, കുറ്റിപ്പുറം MES സെൻട്രൽ സ്കൂൾ വൈസ് ചെയർമാൻ PP അബ്ദുറഹ്മാൻ, സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ VN ബാലകൃഷ്ണൻ, മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി PT നന്ദി പ്രകാശിപ്പിച്ചു. തിരൂർ MESലെ V4Uവിന്റെ ആന്റിക്കൊരു വീട് എന്ന പദ്ധതിയിലേക്ക് മുഹമ്മദ് നഹാദ് K എന്ന വിദ്യാർത്ഥി തന്റെ സമ്പാദ്യ കൊടുക്ക സംഭാവന ചെയ്യുകയും ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ. അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ 5000-ലധികം മൃതദേഹങ്ങൾ പോലീസ് അടക്കമുള്ള വകുപ്പുകൾക്ക് എടുത്തു നൽകിയ സന്നദ്ധ സേവകൻ സോമൻ തിരുവല്ലയുടെ വെള്ളം കയറാത്ത വീടെന്ന മോഹത്തിന് മലപ്പുറത്തിന്റെ കൈത്താങ്ങ്. കോഡൂർ സ്വദേശിയായ പ്രമുഖ പ്രവാസി വ്യവസായി KT റബിയുള്ളയാണ്
ദൈനംദിന നിറഞ്ഞ സോമന്റെ ജീവിതത്തിന് സഹായവുമായി രംഗത്തെത്തിയത്. 2018 പ്രളയത്തിൽ തകർന്ന വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായാണ് ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ KT റബിയുള്ള കാവുംഭാഗം സ്വദേശി സോമന് 2.5 ലക്ഷം രൂപയുടെ സഹായം നൽകിയത്. കഴിഞ്ഞ ദിവസം സോമന്റെ വീട്ടിലെത്തി കമ്പനി CEO ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാട അണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറി. വാർഡ് കൗൺസിലർ രാധാകൃഷ്ണൻ വേണാട്, ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ എന്നിവർ പങ്കെടുത്തു. കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമന്റെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലാണ്. സോമന്റെ വീടിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ റബിയുള്ള സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സോമന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമാണ്. വെട്ടം ന്യൂസ്, മലപ്പുറം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.